നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായി ന്യൂഡൽഹിയിൽ സമരം നടത്തിയവർക്കെതിരെ നടന്ന പോലീസ് അടിച്ചമർത്തൽ നടപടിയിലും സംഘപരിവാർ ആക്രമണത്തിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ടൗണിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്രഭരണം തുലയട്ടെ, രാജിവെക്കും നാളുവരെയും പോരാട്ടം അവകാശ പോരാട്ടം. മിസ്റ്റർ നരേന്ദ്രമോദി. പ്രതിഷേധ പരിപാടി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റുമായ പി സുമോദ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിശ്വാസത്തെ തകർത്ത സംഭവമാണെന്നും ജനകീയ പ്രതിഷേധങ്ങളെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്താനുള്ള കേന്ദ്രത്തിന്റെ ശ്രമങ്ങളെ ശക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ സുതാര്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നീറ്റ് പരീക്ഷാ ക്രമക്കേടാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ആ ക്രമക്കേടിൻ്റെ ഭാഗമായി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യപേപ്പർ ചോർത്തുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ കോക്കോച്ച് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം, ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഇടതുപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇവിടെ ഈ രാജ്യത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നതാണ്. ഇന്നലെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ മൃഗീയമായി പോലീസ് ആക്രമിക്കുന്ന സ്ഥിതികണ്ട്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തെരുവിൽ മൃഗീയമായി നേരിടുന്ന സാക്ഷ്യം ഇന്നലെ ഡൽഹിയിൽ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം രാജ്യത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ചോദിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭാവി എന്താണ്, ചെറുപ്പക്കാരുടെ ഭാവി എന്താണ് എന്നതാണ്. കാരണം രാജ്യത്തിൻ്റെ പരീക്ഷ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന ഈ എൻട്രൻസ് പരീക്ഷ പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് വലിയ പ്രതിഷേധം രാജ്യത്താകമാനം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഡിവൈഎഫ്ഐ ഈ രാജ്യത്തെ യുവജന സംഘടന എന്ന രൂപത്തിൽ ദേശീയാടിസ്ഥാനത്തിലും കേരളത്തിലുമെല്ലാം ഇന്നലെയും ഇന്നുമായി വലിയ പ്രതിഷേധത്തിലാണ്. രാജ്യത്തെ ജനങ്ങളാകെ വലിയ പ്രതിഷേധത്തിലാണ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ആർ നിഖിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സിപിഎം വടക്കഞ്ചേരി ഏരിയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം PM അമൃത എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി കെ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് ട്രഷറർ P വിനീത് നന്ദി രേഖപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.